പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. പോകണമൊരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്ത വീടുണ്ടക്കരെ നാട്ടിൽ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ തോമസ് കോട്ടയം ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 20-21 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം സ്വർഗീയ പൗരന്മാരാണ്. രണ്ടാമത്, ആ സ്വർഗീയ പൗരത്വം ഉള്ളതുകൊണ്ടുള്ളതായ പ്രയോജനങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കൊരു പ്രത്യാശയുണ്ട്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്നുള്ളതാണ്. നാം കാത്തിരിപ്പുകാരാണ്. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു വരുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു. സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി നമുക്ക് വേണ്ടി വ്യാപരിക്കും എന്നുള്ളതാണ്. ആ വ്യാപാര ശക്തിയുടെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ താഴ്ചയുള്ള ശരീരം കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. എന്തുകൊണ്ടാണ് നമുക്ക് സ്വർഗീയ പൗരത്വമുള്ളത്? ഇത് പറയുന്ന ഫിലിപ്പിയ വിശ്വാസികൾക്ക് സ്വർഗീയ പൗരത്വത്തെക്കുറിച്ച് ബോധ്യമാവും. കാരണം ഫിലിപ്പിയിലായിരിക്കുന്ന ആളുകൾ റോമൻ കോളനിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ പൗരത്വം റോമിലാണ്. 1000 മൈലുകൾക്കപ്പുറത്ത് റോമിൽ അവരുടെ പൗരത്വമുള്ളപ്പോൾ അതിൻ്റെ പ്രയോജനങ്ങൾ, അതിൻ്റെ ആനുകൂല്യങ്ങൾ, അതിൻ്റെ സംരക്ഷണമൊക്കെ അവർക്ക് ഈ ഫിലിപ്പിയിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ സ്വർഗീയ പൗരന്മാരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ, അതിൻ്റെ പ്രയോജനങ്ങൾ അവർക്ക് മനസ്സിലാവും. പ്രിയ ദൈവമക്കളെ, നമുക്ക് സ്വർഗീയ പൗരത്വം ലഭിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യ പദവി. എന്താണ് നമുക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കാനുള്ള കാരണം? നമ്മുടെ നാമങ്ങൾ, നമ്മുടെ പേരുകൾ സ്വർഗത്തിലെ ആ റെക്കോർഡിൽ ഉണ്ട് എന്നുള്ളതാണ്. കർത്താവ് ആ കാര്യം പറയുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ എന്ന് മത്തായി 10:32-33 വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ആ പേര് എഴുതിയിരിക്കുന്നത് സ്വർഗത്തിലായതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. സ്വർഗത്തിൽ പേരെഴുതിയത് കൊണ്ട് സ്വർഗീയ പൗരത്വം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഫിലിപ്പ് നോളൻ എന്ന് പറയുന്നതായ വ്യക്തിയുടെ ദ മാൻ വിത്തൗട്ട് കൺട്രി എന്ന് പറയുന്നൊരു പ്രസിദ്ധമായിരിക്കുന്ന കഥയുണ്ട്. അതിൽ നോളൻ എന്ന് പറയുന്ന ആളിനെ ഒരു കപ്പലിൽ വസിക്കുവാനായിട്ട് അയക്കുകയാണ്. അദ്ദേഹത്തിന് കരയിൽ വരുവാനുള്ള അവകാശമില്ല. കാരണം തൻ്റെ സ്വന്തം രാജ്യത്തെക്കുറിച്ച് അപമാനം വരുന്ന നിലയിൽ പറയുവാനിടയായി. അങ്ങനെ നോളൻ കരയിൽ വരാതെ കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് മാറി തൻ്റെ ജീവിതം നയിക്കുവാൻ ഇടയായി. 56 വർഷങ്ങൾ അദ്ദേഹം കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് മാറി കടലിൽ യാത്ര ചെയ്തു. ആൻഡ് അവസാനമായി അദ്ദേഹം മരിച്ച് കടലിൽ തന്നെ അദ്ദേഹത്തെ അടക്കുവാൻ ഇടയാക്കി. അദ്ദേഹം ഒരു രാജ്യമില്ലാത്ത മനുഷ്യനായിരുന്നു. അതുപോലെയല്ല ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിക്ക് ഒരു സ്വർഗീയ നാടുണ്ട്, ഒരു സ്വർഗീയ പൗരത്വം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് ആ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് സ്വർഗീയമായ പൗരത്വം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നാം സന്തോഷിക്കണം എന്ന് ആ സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ട്. നാം വെളിപ്പാട് 20 പറയുന്നുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും.
ലോകപ്രസിദ്ധമായ ഗാനം when the roll is called up yonder I'll be there. ആ പേർ വിളിക്കുന്ന നേരം ഞാനും കാണും. കാരണം നമ്മുടെ പേരവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് സ്വർഗീയ പൗരത്വമുണ്ട്. അതിൽ നമുക്ക് അഭിമാനിക്കുവാനും സ്വർഗീയ പൗരന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയായിത്തീരട്ടെ. സ്വർഗീയ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് സ്വർഗീയമായതിനെ ചിന്തിക്കുന്നവരാണ്. അങ്ങനെയാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവര് സ്വർഗീയമായ ഒരു ഭാഷ സംസാരിക്കണം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് പറയുന്നുണ്ട്, സത്യത്തിൻ്റെ ആത്മാവേതാണ്, വ്യാജത്തിൻ്റെ ആത്മാവേതാണ് എന്ന് നമ്മൾ 1 യോഹന്നാൻ 4:5-6 പറയുന്നുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും സ്വർഗീയമായ ഭാഷ എന്താണ്. സ്വർഗീയമായ ഭാഷ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സംസാരം പിന്നാൽ രുചി വരുത്തിയതും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതുമായിരിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൊലോസ്യർ 4:6 പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല, സ്വർഗീയ പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗീയമായ നിയമങ്ങൾ അനുസരിക്കുന്നവനാണ്. നമുക്കറിയാം, ഫിലിപ്പിയിലുള്ള റോമൻ പൗരന്മാര് അവിടെയുള്ള ഗ്രീക്ക് നിയമം അനുസരിച്ചല്ല, അവിടുത്തെ പ്രാദേശിക നിയമം അനുസരിച്ചല്ല അവര് ജീവിക്കുന്നത്. അവര് റോമൻ നിയമം അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. പൗലോസ് റോമാ പൗരനാണെന്ന് അവിടെ വെളിപ്പെടുത്തുന്നത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 16:35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ പൗലോസ് ശിഷ്യന്മാരോട് അല്ലെങ്കിൽ വിശ്വാസികളോട് പറയുന്ന എന്നെ അനുകരിപ്പിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് സ്വർഗീയ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച വിശ്വാസികളോട് പറയുകയാണ് എന്നെ അനുകരിപ്പിൻ എന്ന്. പൗലോസ് സ്വർഗീയമായ ആ വചനം അനുസരിക്കുകയും അതിൻ പ്രകാരം ജീവിക്കുവാനായിട്ട് വിശ്വാസികളെ ആഹ്വാനം ചെയ്യുകയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അങ്ങനെ ഇരിക്കുന്നു. സ്വർഗീയ നിയമങ്ങൾ അനുസരിച്ചാണോ നാം ജീവിക്കുന്നത്? മാത്രമല്ല, നാം സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയോട് കൂറുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് എന്താണ് സ്വർഗീയമായ കാര്യപരിപാടിയോട് കൂറുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തിൻ്റെ സാക്ഷികളായിരിക്കുക, സുവിശേഷ യോഗ്യമായിട്ട് ജീവിക്കുക എന്ന് പൗലോസ് 1:27 പറയുന്നുണ്ട്. സ്വർഗത്തിൻ്റെ കാര്യപരിപാടി എന്നുള്ളത് സ്വർഗത്തിൻ്റെ സന്ദേശം ലോകത്തെത്തിക്കുക. അത് സ്വർഗീയ പൗരന്മാരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നാം എത്രത്തോളം മുന്നേറുന്നുണ്ട്. മാത്രമല്ല, സ്വർഗീയ പൗരൻ സ്വർഗത്തിൽ നിന്ന് കർത്താവ് വരുന്നത് നോക്കി കാത്തിരിക്കുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്ത്യാനികൾ, ദൈവമക്കൾ, അവര് ഭാവി കാലത്ത് ജീവിക്കുന്നവരാണ്. കാരണം അവര് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നോക്കി പാർക്കുന്നതാണ്. ഒരു 3:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഒരു കണക്കനായിട്ട് മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 3:12 മുതൽ 16 വരെ പൗലോസ് ഒരു ഓട്ടക്കാരനായിട്ട് തൻ്റെ വലിയ പുതിയ ആ വീര്യം താൻ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇവിടെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ താൻ ഒരു അന്യദേശക്കാരനാണ് എന്ന് പറയുന്നുണ്ട്. തനിക്കൊരു ദർശനമുണ്ട്. അന്യദേശക്കാരനായ തനിക്കൊരു ദർശനമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രത്യാശ അതാണ്. കർത്താവ് വരും. ആ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നന്മലായിരിക്കണമെന്ന് 1 പത്രോസ് 2:28 മുതൽ 3:3 വരെ വായിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിക്ക് വേണ്ടിയല്ല, സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നത് നോക്കിപ്പാർത്തുകൊണ്ട് നമ്മളെ കാത്തിരിക്കുന്നവരാണ്. കർത്താവ് വരുമ്പോൾ എന്താണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് നാം രൂപാന്തരപ്പെടാൻ പോവുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആ മഹത്വമേറിയ ഒരു ശരീരം, നമുക്കറിയാം ഇന്നത്തെ ശരീരം വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ ഒരു രൂപാന്തരപ്പെട്ട നമ്മുടെ താഴ്ചയുള്ളത് മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുവാൻ പോവുകയാണ്. സ്ഥലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി. ഇവിടെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാം ക്രമീകരിക്കുക എന്നാണ്. ടു അറേഞ്ച് ഇൻ റാങ്ക്സ്,
കർത്താവ് വരുമ്പോൾ. ഇന്ന് നമുക്കെല്ലാം ക്രമീകരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ കുടുംബത്തിലും ഒന്നും എല്ലാം ക്രമീകരിക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. അവൻ വരുന്നു, എല്ലാം അവൻ ഓർഡറിലാക്കും, ക്രമീകരിക്കും. ആ നല്ല ദിവസത്തിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം. സ്വർഗീയ പൗരന്മാരെന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.